1999 ഡിസംബർ 31. ലോകം ഒരു പുതിയ സഹസ്രാബ്ദത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുമ്പോൾ മോസ്കോയിലെ ക്രെംലിൻ കൊട്ടാരത്തിൽ പുതിയ ഒരു ചരിത്രം പിറവിയെടുത്തു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് റഷ്യൻ ടെലിവിഷൻ ചാനലുകളിൽ പ്രസിഡന്റ് ബോറിസ് യെൽസിൻ പ്രത്യക്ഷപ്പെട്ടു. ക്ഷീണിതനായ വിറയ്ക്കുന്ന ശബ്ദമുള്ള ആ വൃദ്ധൻ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വർഷത്തിന്റെ അവസാന ദിനത്തിൽ ഞാൻ രാജിവെക്കുകയാണ്. യെൽസിൻ പ്രസംഗം അവസാനിപ്പിച്ച് എഴുന്നേറ്റു. അരികിൽ നിശബ്ദനായി പുടിൻ നിൽപ്പുണ്ടായിരുന്നു. യെൽസിൻ തന്റെ പിൻഗാമിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. വികാരാധീനനായി അദ്ദേഹം പറഞ്ഞു, റഷ്യയെ നന്നായി നോക്കണം. ആ വാക്കുകളിൽ ഇന്നലകളിലെ നിരാശയും വരാനിരിക്കുന്ന കാലത്തെ പ്രതീക്ഷയുമുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പട്ടിണിയും അഴിമതിയും നിറഞ്ഞ ആ വലിയ രാജ്യത്തെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന ഉറപ്പിലായിരുന്നു യെൽസിൻ. റഷ്യയുടെ ആണവായുധങ്ങൾ നിയന്ത്രിക്കാനുള്ള ചെഗറ്റ് എന്നറിയപ്പെടുന്ന കറുത്ത ബ്രീഫ് കേസ് പുടിന് കൈമാറി. വെറും 3.5 വർഷം മുൻപ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് മോസ്കോയിലെത്തിയ ആ മുൻ സോവിയറ്റ് ചാരൻ ആ നിമിഷം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവശക്തിയുടെ കമാൻഡർ ഇൻ ചീഫായി മാറി. അധികാരമേറ്റെടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ പുടിൻ തന്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഉത്തരവിൽ ഒപ്പിട്ടു. യെൽസിനും കുടുംബത്തിനുമെതിരെ ഉയർന്നു വന്ന എല്ലാ അഴിമതി ആരോപണങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും ആജീവനാന്ത സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു അത്. തന്നെ വളർത്തിയ ഗുരുവിനെ ആപത്തിൽ കൈവിടില്ലെന്ന് പുടിൻ തെളിയിച്ചു. 2000 ഓഗസ്റ്റ് 12. ബാരൻസ് കടലിലെ തണുത്തുറഞ്ഞ വെള്ളത്തിനടിയിൽ റഷ്യയുടെ അഭിമാനമായ കുർസ്ക് അന്തർവാഹിനി പൊട്ടിത്തെറിച്ചു. 118 നാവികരുടെ ജീവൻ തുലാസിലായി. ഈ വാർത്ത പുറത്തുവരുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അവധി ആഘോഷിക്കുകയായിരുന്നു. ദുരന്തം നടന്ന 5 ദിവസത്തിന് ശേഷമാണ് പുടിൻ മോസ്കോയിൽ തിരിച്ചെത്തിയത്. ഈ അനാസ്ഥ റഷ്യൻ ജനതയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ബ്രിട്ടനും നോർവേയും അത്യാധുനിക രക്ഷാപ്രവർത്തന ഉപകരണങ്ങളുമായി സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും റഷ്യയുടെ സൈനിക രഹസ്യങ്ങൾ ചോരുമെന്ന ഭയത്താൽ പുടിൻ ആ സഹായം നിരസിച്ചു. ഒടുവിൽ സഹായം സ്വീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയപ്പോഴേക്കും 118 നാവികരും മരണത്തിന് കീഴടങ്ങിയിരുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ രോഷം ചാനലുകൾ തത്സമയം സംപ്രേഷണം ചെയ്തു. മരിച്ച നാവികരുടെ ഭാര്യമാരും അമ്മമാരും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പുടിനെ കൊലയാളിയെന്ന് വിളിച്ചത് പുടിനെ വിറപ്പിച്ചു. ഒരു നാവികന്റെ അമ്മ ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് പുടിന്റെ ഉദ്യോഗസ്ഥരെ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദ്യം ചെയ്തു. പ്രകോപിതരായ അധികൃതർ ആ സ്ത്രീയെ പിന്നിൽ നിന്ന് കുത്തിവയ്പ് നൽകി മയക്കിക്കൊണ്ടുപോകുന്ന ദൃശ്യം മാധ്യമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തു. തന്നെയും തന്റെ ഭരണകൂടത്തെയും മാധ്യമങ്ങൾ കടന്നാക്രമിക്കുന്നത് പുടിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മാധ്യമങ്ങൾ സ്വതന്ത്രമായിരുന്നാൽ തന്റെ അധികാരം അധികകാലം നിലനിൽക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. റഷ്യയിലെ പ്രമുഖ ചാനലുകളായ NTV, ORT എന്നിവയുടെ ഉടമസ്ഥരായ വ്ളാഡിമിർ ഗുസിൻസ്കിയെയും ബോറിസ് ബെറേസോവ്സ്കിയെയും പുടിൻ ലക്ഷ്യം വച്ചു. അവർക്കെതിരെ പുടിൻ തിരഞ്ഞെടുത്തത് നികുതി വെട്ടിപ്പ് എന്ന ആയുധമായിരുന്നു. മാസങ്ങൾക്കുള്ളിൽ തന്നെ ഗുസിൻസ്കിയെയും ബെറേസോവ്സ്കിയെയും നികുതി വെട്ടിപ്പ് കേസിൽ കുടുക്കി പുടിൻ വേട്ടയാടി തുടങ്ങി. കൂടാതെ റഷ്യയുടെ സമ്പത്ത് വിഴുങ്ങുന്ന ഒളിഗാർക്കുകളെ നിലയ്ക്ക് നിർത്താനുള്ള നീക്കങ്ങളും അദ്ദേഹം ആരംഭിച്ചു. 2000 ജൂലൈയിൽ പുടിൻ റഷ്യയിലെ 21 ശതകോടീശ്വരന്മാരെ ക്രെംലിനിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹം അവർക്ക് മുന്നിൽ ഒരു ഡീൽ വച്ചു. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരുന്നാൽ
ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ള സ്വത്ത് കൈവശം വയ്ക്കാം. പക്ഷേ സർക്കാരിനെ വെല്ലുവിളിച്ചാൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കില്ല. ഭരണകൂടത്തോട് 100% വിധേയത്വം പുലർത്തുന്ന ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ചെറിയ നിയമലംഘനങ്ങളും നികുതി വെട്ടിപ്പുകളും നടത്താൻ അദൃശ്യമായ അനുമതി നൽകുകയായിരുന്നു പുടിൻ. പക്ഷേ അദ്ദേഹത്തിന്റെ നീക്കങ്ങളെ പല ഒളിഗാർക്കുകളും ആദ്യം പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ക്രെംലിനിൽ തങ്ങൾ അവരോധിച്ച ഒരു പാവ മാത്രമാണ് പുടിൻ എന്നവർ വിശ്വസിച്ചു. ആ വിശ്വാസം തെറ്റാണെന്ന് തെളിയിക്കാൻ പുടിൻ അധികകാലം വേണ്ടി വന്നില്ല. നികുതി വെട്ടിപ്പും അഴിമതിയും ആരോപിച്ച് പുടിൻ അവരെ വേട്ടയാടി തുടങ്ങിയതോടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് റഷ്യ വിട്ട് വിദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. മാധ്യമ മുതലാളിമാരെ പുറത്താക്കിയതിന് പിന്നാലെ പുടിൻ ചെയ്തത് റഷ്യയിലെ സ്വതന്ത്ര TV ചാനലുകൾ ഓരോന്നായി പിടിച്ചെടുക്കുക എന്നതായിരുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗാസ്പ്രോം എന്ന വമ്പൻ കമ്പനിയെ ഉപയോഗിച്ച് NTVയെ അദ്ദേഹം തന്റെ അധീനതയിലാക്കി. അതോടെ റഷ്യൻ ടെലിവിഷൻ സ്ക്രീനുകളിൽ നിന്ന് വിമർശന സ്വരങ്ങൾ എന്നേക്കുമായി അപ്രത്യക്ഷമായി. സത്യം വിളിച്ചു പറഞ്ഞ പത്രപ്രവർത്തകർ കൊല്ലപ്പെടുകയും ജയിലിലാകുകയും ചെയ്യുന്ന ഒരു പുതിയ കാലത്തിന് അവിടെ തുടക്കമായി. മാധ്യമങ്ങളെ തന്റെ വരുതിയിലാക്കിയതോടെ പുടിൻ റഷ്യയുടെ അനിഷേധ്യനായ നേതാവായി സ്വയം അവരോധിച്ചു. റഷ്യയിലെ വൻകിട മുതലാളിമാരിൽ പലരും അപ്പോഴും പുടിനെതിരായി നിലകൊള്ളുന്നുണ്ടായിരുന്നു. യൂക്കോസ് എന്ന എണ്ണ കമ്പനിയുടെ ഉടമയായിരുന്ന മിഖായേൽ ഖോദോർകോവ്സ്കി ആയിരുന്നു അതിൽ പ്രധാനി. പുടിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ക്രെംലിനിലെ അഴിമതിക്കെതിരെ പരസ്യമായി സംസാരിക്കാൻ ഖോദോർകോവ്സ്കി ധൈര്യം കാണിച്ചു. 2003 ഒക്ടോബറിൽ സൈബീരിയയിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ച് തോക്കിൻ മുനയിൽ അദ്ദേഹത്തെ പുടിന്റെ സൈന്യം അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ശതകോടികൾ വിലമതിക്കുന്ന എണ്ണക്കമ്പനി സർക്കാർ പിടിച്ചെടുത്ത് റോസ്നെഫ്റ്റ് എന്ന പൊതുമേഖലാ സ്ഥാപനമാക്കി മാറ്റി. റഷ്യയിലെ മറ്റ് അതിസമ്പന്നർക്കുള്ള പുടിന്റെ താക്കീതായിരുന്നു ആ അറസ്റ്റ്. രാജ്യത്തിന്റെ ഭരണം തന്റെ വിരൽ തുമ്പിലാക്കാൻ പുടിൻ വെർട്ടിക്കൽ ഓഫ് പവർ എന്ന സംവിധാനം നടപ്പിലാക്കി. 89 പ്രവിശ്യകളുടെയും അധികാരം വെട്ടിക്കുറച്ചു. മുൻചാരന്മാരും സൈനികരുമടങ്ങുന്ന തന്റെ വിശ്വസ്തരായ സിലോവിക്കി സംഘത്തെ അദ്ദേഹം ഭരണകൂടത്തിന്റെ എല്ലാ തലങ്ങളിലും പ്രതിഷ്ഠിച്ചു. അപ്പോഴേക്കും റഷ്യയിൽ പുടിന്റെ വാക്ക് അവസാന വാക്കായി മാറി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. റഷ്യയുടെ നായകനായി പുടിൻ വളർന്നു വന്നുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹത്തിന് നേരെ വിമർശനങ്ങളുടെ കൂരമ്പുകൾ വന്നു പതിക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ പുടിൻ വിമർശകരിൽ പ്രധാനിയാണ് അലക്സാണ്ടർ ലിറ്റ്വിനെങ്കോ. 1998 ലിറ്റ്വിനെങ്കോ ആദ്യമായി പുടിനെ നേരിട്ട് കാണുന്നത്. അന്ന് പുടിൻ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FSB-യുടെ തലവനായിരുന്നു. റഷ്യയിലെ അതിസമ്പന്നനായ ബോറിസ് ബെറസോവ്സ്കിയെ വധിക്കാൻ തന്റെ മേലുദ്യോഗസ്ഥർ ഉത്തരവിട്ടു എന്ന പരാതിയുമായാണ് ലിറ്റ്വിനെങ്കോ പുടിനെ സമീപിച്ചത്. എന്നാൽ പുടിൻ ആ പരാതി ഗൗരവമായി എടുത്തില്ലെന്ന് മാത്രമല്ല, ലിറ്റ്വിനെങ്കോയെ അവിശ്വസിക്കുകയും ചെയ്തു. 1998 നവംബറിൽ മുഖംമൂടി ധരിച്ച മറ്റു ചില ഏജന്റുമാർക്കൊപ്പം ലിറ്റ്വിനെങ്കോ ഒരു പത്രസമ്മേളനം നടത്തി. FSB-ക്കുള്ളിലെ ക്രിമിനൽ സംഘങ്ങളെയും അഴിമതിയെയും അദ്ദേഹം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടി. അന്നത്തെ FSB തലവനായിരുന്ന വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്റെ അധികാരത്തിന് നേരെ നടന്ന ഏറ്റവും വലിയ അപമാനമായിരുന്നു. ഇതോടെ ലിറ്റ്വിനെങ്കോ പുടിന്റെ കണ്ണിലെ കരടായി മാറി. മാത്രമല്ല,
ലിറ്റ്നെങ്കോ പിന്നീടുന്നയിച്ച ഏറ്റവും മാരകമായ ആരോപണം 1999 റഷ്യൻ അപ്പാർട്ട്മെന്റ് സ്ഫോടനങ്ങളെക്കുറിച്ചായിരുന്നു. 300ഓളം പേർ കൊല്ലപ്പെട്ട ആ സ്ഫോടനങ്ങൾ നടത്തിയത് ചെച്നിയൻ ഭീകരരല്ല, മറിച്ച് പുടിൻ അധികാരമുറപ്പിക്കാൻ വേണ്ടി FSB തന്നെയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതിനെക്കുറിച്ച് അദ്ദേഹം ബ്ലോയിങ് അപ്പ് റഷ്യ എന്ന പേരിൽ ഒരു പുസ്തകമെഴുതി പുറത്തിറക്കുകയും ചെയ്തു. സ്ഫോടനങ്ങളിലൂടെ ജനങ്ങളിൽ ഭീതിയുണ്ടാക്കി ചെച്നിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പുടിനെ ഒരു നായകനായി അവതരിപ്പിക്കാനുള്ള തിരക്കഥയായിരുന്നു അതെന്ന് ലിറ്റ്നെങ്കോ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇതിന് പിന്നാലെ ലിറ്റ്നെങ്കോ പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അധികാര ദുർവിനിയോഗം ആരോപിച്ച് അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടെങ്കിലും വീണ്ടും പുതിയ കേസുകൾ കെട്ടിച്ചമച്ച് ഭരണകൂടം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. താൻ റഷ്യയിൽ തുടർന്നാൽ ഏത് നിമിഷവും കൊല്ലപ്പെടാമെന്ന് ലിറ്റ്നെങ്കോ ഉറപ്പിച്ചു. 2000 ജാമ്യത്തിലിറങ്ങിയ ലിറ്റ്നെങ്കോ റഷ്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പദ്ധതി തയ്യാറാക്കി. കുടുംബത്തോടൊപ്പം തെക്കൻ റഷ്യയിൽ നിന്ന് ജോർജിയയിലേക്കും അവിടെ നിന്നും തുർക്കിയിലേക്കും അദ്ദേഹം യാത്ര ചെയ്തു. ഒടുവിൽ 2000 നവംബറിൽ ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിലെത്തിയ ലിറ്റ്നെങ്കോ ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടി. ലണ്ടനിലെ ജീവിതത്തിനിടയിലും അദ്ദേഹം പുടിനെതിരെയുള്ള പോരാട്ടം തുടർന്നു. പുടിനും റഷ്യൻ മാഫിയയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം പാശ്ചാത്യ ഏജൻസികൾക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. ഇതോടെ റഷ്യൻ ഭരണകൂടത്തിന് ലിറ്റ്നെങ്കോ ഒരു സാധാരണ വിമർശകൻ എന്നതിലുപരി അധികാരത്തിന്റെ അടിത്തറയിളക്കാൻ കെൽപ്പുള്ള അപകടകാരിയായ ശത്രുവായി മാറി. ലണ്ടനിൽ രാഷ്ട്രീയ അഭയം തേടിയ ശേഷം ലിറ്റ്നെങ്കോ വിവിധ സുരക്ഷാ ഏജൻസികളുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ചു. അങ്ങനെയിരിക്കെ 2006 നവംബർ 1 ലണ്ടനിലെ മില്ലേനിയം ഹോട്ടലിലെ പൈൻ ബാറിൽ അദ്ദേഹം നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടത്തി. തന്റെ പഴയ സഹപ്രവർത്തകരായ ലുഗോവോയിയെയും കോവ്തുനെയും കാണാൻ ലിറ്റ്നെങ്കോ എത്തിയത് പുതിയ ചില ബിസിനസ് സാധ്യതകൾ തേടിയായിരുന്നു. അവർക്കിടയിൽ പഴയ സൗഹൃദം പുതുക്കുന്ന വർത്തമാനങ്ങൾ നടന്നു. മേശപ്പുറത്തിരുന്ന പാത്രത്തിൽ നിന്ന് ലിറ്റ്നെങ്കോ തന്റെ കപ്പിലേക്ക് ചായ പകർന്നു. ആ ചായയുടെ അവസാന തുള്ളിയും കുടിച്ചു തീർക്കുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിനാണ് താൻ തുടക്കമിട്ടതെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ചായയ്ക്ക് അസാധാരണമായ രുചിയോ മണമോ ഉണ്ടായിരുന്നില്ല. ചിരിച്ചുകൊണ്ട് കൈകൊടുത്ത് പിരിയുമ്പോൾ ആ കറുത്ത വസ്ത്രധാരികൾ തന്റെ മരണ വാറണ്ടുമായിട്ടാണ് വന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. കൂടിക്കാഴ്ച കഴിഞ്ഞ് വീട്ടിലെത്തിയ ലിറ്റ്നെങ്കോയ്ക്ക് രാത്രിയോടെ കഠിനമായ അസ്വസ്ഥത അനുഭവപ്പെട്ടു. വയറ്റിൽ കത്തുന്നത് പോലെയുള്ള വേദനയും നിർത്താതെയുള്ള ഛർദിയും അദ്ദേഹത്തെ തളർത്തി. മണിക്കൂറുകൾക്കുള്ളിൽ ആ മുൻ സോവിയറ്റ് ചാരൻ അവശനായി തറയിൽ വീണു. നിലവിളി കേട്ടെത്തിയ ഭാര്യ മറിയനെ കണ്ടത് ശ്വാസം കിട്ടാതെ പിടയുന്ന ഭർത്താവിനെയാണ്. ഉടൻ അദ്ദേഹത്തെ ലണ്ടനിലെ ബാർനെറ്റ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ ആദ്യം കരുതിയത് ഫുഡ് പോയിസണിംഗ് ആണെന്നാണ്. എന്നാൽ മണിക്കൂറുകൾ പിന്നിടുന്തോറും ലിറ്റ്നെങ്കോയുടെ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ലിറ്റ്നെങ്കോയുടെ രൂപം തന്നെ മാറിപ്പോയി. തലയിലെ മുടി ഓരോന്നായി കൊഴിഞ്ഞു തുടങ്ങി. ആന്തരികാവയവങ്ങൾ ഒന്നൊന്നായി പ്രവർത്തനം നിർത്തി. അദ്ദേഹത്തിന്റെ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തകർന്നു. ലണ്ടനിലെ ഏറ്റവും മികച്ച ഡോക്ടർമാർ പോലും അമ്പരന്ന് നിന്നു. ഇത്തരമൊരു രോഗാവസ്ഥ അവർ മുൻപ് കണ്ടിരുന്നില്ല. മുൻ റഷ്യൻ ചാരൻ ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുന്നു എന്ന വാർത്ത ലോകമാധ്യമങ്ങളിൽ തലക്കെട്ടായി. മരിക്കുന്നതിന് തൊട്ടുമുൻപ് നടന്ന പരിശോധനയിലാണ് ലോകത്തെ ഞെട്ടിച്ച ആ സത്യം പുറത്തുവരുന്നത്.
ലിറ്റ്വിനെങ്കോയുടെ ശരീരത്തിൽ അതീവ മാരകമായ പൊളോണിയം 210 എന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. ആ ചായക്കപ്പിൽ ഒളിപ്പിച്ചിരുന്നത് വെറുമൊരു വിഷമായിരുന്നില്ല, അതൊരാണവായുധം തന്നെയായിരുന്നു. ഒരു മനുഷ്യനെ കൊല്ലാൻ ആവശ്യമായതിനേക്കാൾ 100 ഇരട്ടി പൊളോണിയം അയാളുടെ ഉള്ളിലെത്തിയിരുന്നു. എല്ലും തോലുമായ ലിറ്റ്വിനെങ്കോ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, തന്റെ മരണത്തിനുത്തരവാദി റഷ്യൻ ഭരണാധികാരി വ്ളാഡിമിർ പുടിനാണെന്ന്. ലിറ്റ്വിനെങ്കോയുടെ ഈ ആരോപണം പുടിൻ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയായി. 2006 നവംബർ 23 ലിറ്റ്വിനെങ്കോ ലോകത്തോട് വിട പറഞ്ഞു. ലിറ്റ്വിനെങ്കോയുടെ മരണം അന്താരാഷ്ട്ര തലത്തിൽ പുടിനെ വേട്ടക്കാരനായി ചിത്രീകരിക്കുമ്പോൾ റഷ്യക്കാർ അദ്ദേഹത്തെ രാജ്യത്തെ അരാജകത്വത്തിൽ നിന്നും രക്ഷിച്ച നായകനായി കണ്ടു. പുടിന്റെ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം പകുതിയായി കുറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ അതിജീവിച്ച് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ സ്വയം പര്യാപ്തമാക്കാൻ പുടിന് കഴിഞ്ഞു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ പുടിനെടുത്ത കടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും വിമർശിക്കപ്പെട്ടു. എന്നാൽ റഷ്യ തകർച്ചയുടെ പടുകുഴിയിൽ നിൽക്കുമ്പോൾ അതിനെ രക്ഷിക്കാൻ അത്തരമൊരു കടുത്ത നിലപാടുള്ള നേതാവ് അനിവാര്യമായിരുന്നു. വെറുമൊരു ചാരനിൽ നിന്ന് റഷ്യയുടെ അനിഷേധ്യനായ നേതാവിലേക്കുള്ള പുടിന്റെ വളർച്ച തന്റെ രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തിയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം പുടിൻ വെറുമൊരു പ്രസിഡന്റ് മാത്രമായിരുന്നില്ല, തകർന്നടിഞ്ഞ ഒരു സാമ്രാജ്യത്തെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ആധുനിക റഷ്യയുടെ ശില്പി കൂടിയാണ്. യെൽസിനെ ഏൽപ്പിച്ച റഷ്യയെ നന്നായി നോക്കണം എന്ന ദൗത്യം പുടിൻ അതിശക്തമായി തന്നെ നിറവേറ്റി. പുടിൻ തന്റെ കർത്തവ്യങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു.